കൊച്ചു പ്രേംചേട്ടൻ വന്നത് വളരെ വളരെ ഒരു സന്തോഷமான ഒരു കാര്യമല്ലേ? അതെ അതെ. ഇങ്ങനെ ഒരു സെലിബ്രിറ്റി വരുമെന്ന് വിചാരിച്ചില്ല. ആ വണ്ടിയിൽ നമ്മുടെ വീടിന്റെ നടുവിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് തന്നെ. ശാലിനി എപ്പോഴാണ് പറയുന്നത്. പിന്നെ ടാസ്കിൽ ഒരു രണ്ട് കാര്യങ്ങൾ അവിടെ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം പ്രായമായ ഒരു ആൾക്കാർ വന്ന ആദ്യം നമുക്ക് ചായ ഉണ്ടാക്കണമെങ്കിൽ ചോദിക്കാം, ചേട്ടാ ഷുഗർ എങ്ങനെയാണ്? ബിക്കോസ് മെജോറിറ്റി അവർക്ക് എല്ലാവർക്കും കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ്. ഞാൻ പ്രായം മാത്രമല്ല, ഇപ്പം നോർമലി ഇപ്പം എല്ലാവർക്കും ഹെൽത്ത് പ്രോബ്ലംസ് വരുന്നു. പക്ഷേ എന്നാലും ഒരു പ്രായമായ ആൾ വരുമ്പോഴേ നമുക്ക് ഷുഗർ കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകാം. ചിലപ്പം അവർക്ക് ഷുഗർ കംപ്ലൈൻ്റ് ആയിരിക്കാം അല്ലേ? പിന്നെ അത് മാത്രമല്ല, ചായയിലും മധുരം, പിന്നെ കേക്ക്, ബിസ്ക്കറ്റ് ഓക്കെ 50-50. ചിലപ്പം അത് കുറച്ച് സോൾട്ടി അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. സോ അത് ഇറ്റ്സ് ഓക്കെ. പക്ഷെ കേക്കും ഇതും ഉണ്ടല്ലോ, സോ അത് കുറച്ച് ശ്രദ്ധിക്കണം. എപ്പോഴും ഒരു ചെറിയ അഡ്വൈസാണ്. പിന്നെ നിങ്ങളുടെ ആ വെൽക്കം ഹോം ആ ടാസ്കിൽ വളരെ സ്വീറ്റായിരുന്നു. ഓക്കെ, ചിരിച്ച് ഒരു വെരി പ്ലസന്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ആ സമയം 10 minutes ആകാൻ പോയി. അപ്പോൾ കുറച്ച് ശാലിനി അടുത്ത് വന്നിട്ട് ഹസ്ബൻഡ് അടുത്ത് ഒരു അഭിനയം കാണിച്ചല്ലേ, കൊള്ളാം, അടിപൊളിയായിരുന്നു. എനിവേ, നമുക്ക് രണ്ടുപേരും ഇവിടെ സ്ഥിരമായിട്ടുണ്ടല്ലോ, എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ, എസ്പെഷ്യലി ഗീതാഞ്ജലി, അവരോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു ചേച്ചി. കലാദേവി, ശരിക്കും പറഞ്ഞാൽ ഒരു ഗസ്റ്റ് വരുമ്പോഴേ ആദ്യമേ ചായ കൊടുക്കാന്ന് പറഞ്ഞാൽ ആദ്യത്തെ മര്യാദ തന്നെയാണ്. പക്ഷേ ചായയിൽ മധുരം ഇടണോ വേണ്ടേന്നൊന്ന് ചോദിക്കായിരുന്നു അല്ലേ? ഒന്ന് കുറച്ചൊന്ന് ഇന്ററാക്ട് ചെയ്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം ബാക്കി കമന്റ്സ് ഒക്കെ. കൃഷ്ണകുമാരേട്ടൻ്റെ അടുത്ത് ആദ്യം ചോദിക്കാം. കൃഷ്ണകുമാരേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു? ഈ നമ്മുടെ ഭാഷ പറഞ്ഞ ആകെ മൊത്തം ടോട്ടൽ നന്നായിരുന്നു. പക്ഷെ അതിനകത്ത് രസമെന്ന് വെച്ചാൽ ഈ 4 minute കഴിഞ്ഞപ്പോൾ, അതായത് ചായ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് കല നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. കലയുടെ ഹസ്ബൻഡും ഇടപെട്ട് തുടങ്ങി, സംസാരം തുടങ്ങി, ഒരു രസകരമായിട്ട് പോയി. ഒരു 6ാമത്തെ മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു സാധനം കിട്ടി നമ്മുടെ ശാലിനിയുടെ. അതോടുകൂടി വീണ്ടും താളം തെറ്റി തുടങ്ങി. പിന്നെ സംസാരിക്കുന്നതൊക്കെ യാന്ത്രികമായി, എങ്ങനെ ചേട്ടനെ പുറത്താക്കാം എന്നുള്ളൊരു തോട്ട് വന്നു തുടങ്ങി. മുദ്രയൊക്കെ കാണിച്ചു ഇങ്ങനെ 10 മുദ്ര, 10 മിനിറ്റേ ഉള്ളൂ ചേട്ടാ, പെട്ടെന്നാവട്ടെ. അല്ല, അപ്പോൾ അതിനകത്ത് തുടക്കത്തിൽ തന്നെ എനിക്ക് തോന്നിയത്, വീട്ടിലോട്ട് കയറി വരുമ്പോൾ എൻ്റെ കണക്കുള്ള ശരിയാണ്, അമ്മ വെളിയിൽ ഇരിപ്പുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അമ്മ അവിടെ ഇരിക്കുകയാണ്, വളരെ ഈസി. ഇതെൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രായപൂർത്തി കുറച്ച് പ്രായം ചെന്ന ഒരാളിരിക്കുമ്പോൾ ഇദ്ദേഹം ഒരു നമസ്തയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഒന്നൊരു അമ്മയെ പരിചയപ്പെട്ടു. അപ്പം നമുക്ക് ഒന്നൊരു ബന്ധമാക്കി എടുത്താൽ. അമ്മ അധികം ആരടുത്ത് സംസാരിക്കാറില്ല. നമ്മളിപ്പോൾ ഇന്ന ആളാന്ന് പരിചയപ്പെട്ടാലും ഒന്ന് തിരിച്ച് അത് സാരമില്ല. കാരണം വെച്ചാൽ സ്വാഭാവികം ഇപ്പം എൻ്റെ അമ്മ സംസാരിക്കാൻ പറ്റില്ല, തളർന്ന് കിടക്കുന്നു. പക്ഷെ ഞാൻ എൻ്റെ അമ്മയിരിക്കാണ് പരിചയപ്പെടുത്തുക, അമ്മ റെസ്പോണ്ട് ചെയ്യണം. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാമല്ലോ കുറച്ച് പ്രായം ചെന്ന് എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ കുറച്ച് ഈസി ആക്കാമായിരുന്നു. കാരണം അവിടെ കൊണ്ടിരുത്തി പിന്നെ ചായക്ക് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ചായക്ക് മുമ്പ് ഒന്ന് ഹസ്ബൻഡിനെയും ഒന്നൊരു കാരണം ടാസ്ക് നടത്താൻ പോകുന്നത് സ്വാഭാവികമായിട്ടും കലയാണ്, ഹസ്ബൻഡല്ല. അപ്പോൾ ഹസ്ബൻഡിനെ ഒന്ന് പരിചയപ്പെടുത്തി എല്ലാം കഴിഞ്ഞ് ഒന്ന് വാമാക്കി വിട്ടിട്ട് അകത്തോട്ട് പോയി. ഇഷ്ടംപോലെ ടൈം കിടക്കുകയാണ്. കാരണം 4ാമത്തെ മിനിറ്റ് തിരിച്ചു വന്നു. 6ാമത്തെ മിനിറ്റിൽ വന്നാലും കുഴപ്പമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി അമ്മയുടെ കാര്യം വിട്ടുപോയി. പക്ഷെ അത് തന്നെ വീണ്ടും ഒരു ഗുണമാക്കാമായിരുന്നു. കാരണം ഈ പോകാൻ നേരത്ത് അയ്യോ അമ്മയെ പരിചയപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വീണ്ടും വെളിയിലോട്ടൊന്ന് അമ്മയെ പരിചയപ്പെട്ട എന്തായാലും അകത്തോട്ട് പോകത്തില്ല, അതുവഴി കാറി കയറ്റാമായിരുന്നു ഇല്ലേ? എനിക്ക് തോന്നിയത് കൊണ്ട് പറഞ്ഞുള്ളൂ കേട്ടോ. അതുകൊണ്ട് എല്ലാം നന്നായിരുന്നു, വീണ്ടും നന്നാക്കാം. താങ്ക് യു ചേട്ടാ. ഗീതാഞ്ജലി മാം, ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് എന്താണ് തോന്നിയത്? നന്നായി അദ്ദേഹത്തോട് സംസാരിച്ചു എന്നുള്ളതാണ്. ആര് സംസാരിച്ചു? ഞാൻ. ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് വെച്ച് കുറച്ച് നേരം നന്നായി അവരോട് സംസാരിച്ചു, അതൊരു പ്ലസ് പോയിന്റ്. ശരി, ഇനി ഒരു നെഗറ്റീവ്, ഏറ്റവും വലിയ നെഗറ്റീവ് പോയിന്റ് ആയത് എന്താണെന്ന് തോന്നുന്നു? സാറ് പറഞ്ഞതുപോലെ അമ്മയെ പരിചയപ്പെടുത്തി കൊടുത്തില്ല, ഹസ്ബൻഡിൻ്റെ അടുത്തൊന്നും പരിചയപ്പെടുത്തിയില്ല. അതിനു മുമ്പേ ഞാൻ അടുക്കളയിലേക്ക് പോയി, ഓടിപ്പോയി. അതാണ് നെഗറ്റീവായി തോന്നിയത്. ചായയില് പഞ്ചസാര ഇട്ടത് അതും ഒരു നെഗറ്റീവാണ്. ശരി, മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നെഗറ്റീവാണ് കൂടുതലും. പിന്നെ
പോസിറ്റീവ് കുറവാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, അതിലേക്കും നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ടാസ്ക് ആണോ എന്തോ ഒരു പ്രശ്നമില്ല, കഴിച്ചിട്ട് പോയാൽ മതി എന്ന് ഇൻസിസ്റ്റ് ചെയ്ത് അവരെ കൊണ്ട് കഴിപ്പിച്ചു അല്ലേ, അതൊരു നല്ല കാര്യമാണ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് മാം. ഇപ്പൊ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ കേട്ടു. ഇനി മാർക്സ് എത്രയാന്ന് നോക്കാം. കൃഷ്ണകുമാരേട്ടാ, ഔട്ട് ഓഫ് 40 മാർക്സ് 33. 33 ഔട്ട് ഓഫ് 40. ഗീതാഞ്ജലി മാം, ഔട്ട് ഓഫ് 40? ചെറിയ ചെറിയ കാര്യങ്ങളിൽ ആ ഒരു സ്വീറ്റ്നെസ്സും ആ ഒരു സ്നേഹവും ആ സെലിബ്രിറ്റിക്ക് ഫീൽ ചെയ്തിരുന്നു. ഞാൻ 33 മാർക്സ് തരും. 33 again out of 40. അപ്പൊ ഇനി രഞ്ജിനി ചേച്ചി എടുത്ത് ചോദിക്കാം. ചേച്ചി, ഔട്ട് ഓഫ് 20? കലാദേവിക്ക് ഞാൻ 17 പ്ലസ് 1 18. താങ്ക് യു മാം. 18 out of 20. So total score 84 out of 100. So അടുത്ത ടാസ്കിൽ ഇതിനേക്കാളും നല്ല മാർക്ക് കിട്ടട്ടെ. So all the very best. Thank you. Malabar Golden Diamonds, Grihalakshmi, the best homemaker, powered by Oriental Group of Hotel Managements. ഈ എപ്പിസോഡ് വളരെ യമ്മി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സിന്ധു ചേച്ചിയും മക്കളും വന്ന് അടിപൊളി ഒരു കേക്ക് കട്ട് ചെയ്ത് മധുരത്തോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഷംഷാദിന്റെയും കലാദേവിയുടെയും 2 ടാസ്കുകൾ കണ്ടു. നല്ലോണം തറവലി എൻജോയ് ചെയ്തു. നിങ്ങളും എൻജോയ് ചെയ്യുന്ന എനിക്കറിയാം. ഇനി അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായി തിരിച്ച് വീണ്ടും എത്തും. അതുവരേക്കും ദിസ് ഇസ് അനുജ കൃഷ്ണൻ signing off. Costume courtesy Krishna Kumar, Nas Lifestyle, Pulimur Junction, Trivandrum. Ranjini and Anuja's jewelry courtesy Malabar Golden Diamonds, Paramangadi, Trivandrum. Radio partner 92.7 Big FM. ഇന്നലെ അങ്ങോട്ട് ഒരു വാരഫലം എടുത്ത് വായിച്ചപ്പോൾ നാളെ വളരെ നല്ലൊരു ശുഭവാർത്ത കേൾക്കുന്നു കേട്ടു. അത് ഇത്രയും നല്ലൊരു വാർത്തയായിരിക്കും വിചാരിച്ചില്ല. സാധാരണക്കാരായ നമ്മളെല്ലാം അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ലത അവിടെ കുറച്ചു നേരം പോയി നിന്ന് അപ്പോൾ ആരും വന്നില്ല. ഡ്രസ്സാണെങ്കിലും ഗോൾഡ് ആണെങ്കിലും ശരിക്കും സമയമെടുക്കും. അതിനെ ഹസ്ബൻഡിനെ കൂടെ കൂട്ടൂല, അല്ലെങ്കിൽ സമ്മതിക്കൂല. ഗോൾഡ് ഉണ്ടോ? ഗോൾഡ്. അപ്പോൾ അവർ വിചാരിച്ചേ ഈ കടയുണ്ട്. അവർക്ക് സംശയം ഞാൻ നിൽക്കുന്ന മലബാർ ഗോൾഡിലാണോ. അവർക്ക് ഡൗട്ട് വന്നു, കട തെറ്റി ഞാൻ കയറിയതാണെന്ന് അവർക്ക് തോന്നി. അത് കഴിഞ്ഞൊരു പോക്ക് പോയി. എനിക്ക് ഒരു അരപ്പ് വന്നേക്കാം. സ്വന്തത്തില് നമ്മൾ പോയി മേടിച്ചാക്കാൻ നമ്മൾ അങ്ങനെ ചെയ്യോ ലത? ഇത്രയും ബുദ്ധിമുട്ടി ആ ഫ്രൂട്ട്സ് ഇത്ര എടുത്തു. അവർക്ക് എത്ര എടുക്കാൻ പറ്റി? മനുഷ്യനെ ഒരു ടൈമിംഗ് ഒന്നും ഇല്ലാണ്ട് കഷ്ടപ്പെടുത്താണ്. ഇപ്പൊ നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കുന്ന സംഭവം പാളി. സജിത ബേട്ടി ആക്ച്വലി അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഓ ആ സെലീനയൊക്കെ വരായിരുന്നാൽ മതിയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്ത വരായിരുന്നാൽ മതി. കാരണം വെച്ചാൽ അവിടെ ഹണിമൂൺ ആഘോഷം തുടങ്ങിയിരുന്നു. കാരണം പുതുതായിട്ട് കല്യാണം കഴിച്ചില്ലേ. അല്ല, ഫ്രൂട്ട് എടുക്കാം. അത് ഫ്രൂട്ട് ഏതാ വേണ്ടേ? ഫുൾ ഗ്യാസ് പോയി, കറണ്ടും പോയി. അതെ.